GCD മെമ്പേഴ്സിന് എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് ശശീന്ദ്രൻ എരുമ്പൂർ. ഞാൻ GCDയിൽ ചേർന്നതിൻ്റെ കൂട്ടുകാരൻ ഭാസ്കരയ്ക്ക് പറഞ്ഞിട്ടാണ് ചേർന്നത്. ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. അതായത് 10 പ്രോജക്റ്റുകൾ ഒരുമിച്ച് ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവന്ന ജയകുമാർ സാറിനും അതിൻ്റെ ശില്പികൾക്കും വളരെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ അവരുടെ പരിവാരങ്ങൾക്കും കൂടി അനുപ്തുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഹായ്, എൻ്റെ പേര് മുരളി. ഞാൻ GCD മെമ്പറാണ്. ഞാൻ ഈ GCD എന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ മെമ്പറായത് ഞാനൊരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അനസ് ഭായും അതേമാതിരി ജയകുമാർ സാറും കൂടിയുള്ള ഒരു അഭിമുഖ വീഡിയോ. അതിന് കണ്ടതിന് ശേഷം തന്നെ ജയകുമാർ സാറിനെ വിളിച്ച് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനിതിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മളൊരു ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നിരസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കാം പ്രൊജക്റ്റുകൾ വന്നു പോയിട്ടുള്ളൊരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുവിധ പ്രൊജക്റ്റുകളൊക്കെയും തന്നെ. ഇനി കൂടുതലായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഇതിൽ തന്നെ ആയിരിക്കും. പക്ഷേ അതിലൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊജക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ്. ഡിജിറ്റൽ പ്രൊജക്റ്റുകളുടെ ഒരു സത്യസന്ധതയും സുതാര്യതയും നമുക്ക് അളക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളുമില്ല, കാരണം നമുക്കത് അറിയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനം വന്നിട്ടുള്ളത്. ഫിസിക്കൽ പ്രൊജക്റ്റുകൾ, അതും നമുക്ക് അത്രയും ആവശ്യമുള്ള ഫിസിക്കൽ പ്രൊജക്റ്റുകൾ. ഇപ്പം ഇതിലുള്ള ഓരോ മേഖല ഇ കൊമേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺവെൻറ്റിൽ ഉള്ളതാണ് ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ. അതേമാതിരി ഒക്കെ ഒരു അത്രയും അനന്ത സാധ്യതയുള്ള പ്രൊജക്റ്റാണത്. ഈ ഒരു ഒറ്റ പ്രൊജക്റ്റ് വിജയിച്ചാൽ മാത്രം മതി ഈ ഒരു പ്രസ്ഥാനം അങ്ങേയറ്റം സക്സസ് ആവാൻ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ സാധാരണ ഇങ്ങനെയുള്ള ഏതൊരു പ്രൊജക്റ്റിലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈനറി സമ്പ്രദായത്തിലൂടെ വരും. എന്നിട്ട് മാക്സിമം അത് സ്ട്രെങ്ത് ആക്കിയതിന് ശേഷം അതിൻ്റെ ലാഭവിഹിതം അത് കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് എത്തും. അങ്ങനെ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കാറ്. ഇപ്പോൾ ഇതിൽ തന്നെ ഓരോ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികളെയും അതിൽ പങ്കെടുപ്പിച്ചിട്ട് അതൊരു ജനകീയ പ്രസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ലാഭവിഹിതം അവർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആശയം ജയകുമാർ സാർ പറഞ്ഞപ്പോൾ അത് അങ്ങേയറ്റം അത് നമുക്ക് എനിക്കത് ഒരു ആകർഷണീയത തോന്നി. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ അതേമാതിരിയുള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ സാധാരണ ഇപ്പം ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ട്രേഡിങ് അല്ലെങ്കിൽ ഗെയിമിങ് അങ്ങനെയൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ട്രേഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അസംപ്ഷൻ മാർക്കറ്റാണ്. അത് ആ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസാണ്, ബിഗ് റിസ്ക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മളൊരു പങ്കാളി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വലിയ നോളേജുകളോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമോ ലേബേഴ്സോ പിന്നെ ഒരു മുൻ പരിചയം ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഏതൊരു സാധാരണക്കാരനും ഒരു 1700 രൂപയ്ക്ക് ഒരു 20 കോയിൻ നമ്മൾ സ്വന്തമാക്കിയിട്ട് അത് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ വരാൻ പറ്റുന്നുണ്ട്, ഇതിലേക്ക് സഹകരിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നമ്മൾ കൈവശം വയ്ക്കുന്ന ആ ടോക്കൺ ആനുപാതികമായിട്ടുള്ള ലാഭവിഹിതം 10 പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നുള്ളതാണ്. അത് നോക്കുകയാണെങ്കിൽ നമുക്കും നമ്മളുടെ ഭാവി തലമുറയ്ക്കും കൂടെ ഒരു സാമ്പത്തിക സ്ഥിരത കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മളത് ഇപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ കൈവന്നിട്ടുള്ള ഈ ഒരു സുവർണ്ണ അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അബ്ദുറഹ്മാനാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. അപ്പം 32 വർഷമായിട്ട് ഞാൻ സൗദിയിലാണ്. ഒരു 5 മാസം മുമ്പാണ് ജയകുമാർ സാറും അനസ്വായും കൂടെയുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടത്. അന്ന് മുതൽച്ചാണ് എനിക്ക് ഭയങ്കര താല്പര്യം. കാരണം 1700 റുപ്യ കൊടുത്താൽ ഒരു മെമ്പറാകല്ലേ നമ്മളെ ബിസിനസ്സിൽ. അന്ന് മുതൽ അങ്ങനെ ഒരു സന്തോഷം. പിറ്റത്തെ മാസം ശമ്പളം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ജയകുമാർ സാറിന് ഞാൻ 20 കോയിനുള്ള പൈസ, 100 കോയിനുള്ള പൈസ ഞാൻ അയച്ചു കൊടുത്തു. ഇനി ബാക്കി 400 കോയിനും കൂടെ ഞാൻ അടുത്ത് വാങ്ങും. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഇരിക്കുകയാണ്.
കാരണം കുറഞ്ഞ ശമ്പളത്തിനാണ് ഇവിടെ ഞാൻ സൗദിയിൽ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും അലാറം വെക്കാതെ ഒന്ന് കിടന്നുറങ്ങണം. കാരണം ഇത്രയും 32 വർഷമായിട്ട് നമ്മൾ സ്വന്തം ബിസിനസ് അല്ല, മറ്റുള്ള ഒരു ജോലിക്കാരനായി ജോലി എടുക്കില്ലേ. അപ്പം നമുക്ക് അലാറം വെക്കാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ, ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ജയകുമാർ സാറ് ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. അപ്പോൾ മൂപ്പനെ എല്ലാം കഥകളറിയാം, പ്രവാസിൻ്റെ അവസ്ഥകളൊക്കെ. അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും അലാറം വെക്കാതെ ഒന്ന് കിടന്നുറങ്ങണം. അതിനും വേണ്ടിയിട്ടാണ് ഞാൻ 100 കോയിൻ എടുത്തത്. ഇനി ബാക്കി 2-3 മാസത്തിനുള്ളിൽ ബാക്കി 400 കോയിനും കൊടുത്തിട്ട് 500 കോയിൻ തേക്കും. അപ്പോൾ ഇന്ന മാതിരി എല്ലാവരും 500 കോയിൻ എടുത്തതിൻ്റെ അംഗമാകുക. എനിക്ക് ഇതിലൊരു അംഗമായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശി, പേര് സതീഷ് കുമാർ. ക്രിപ്റ്റോയുടെ സാധ്യതകളെ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകളിലൂടെ ജനകീയമാക്കി ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ് ജയകുമാർ സാർ. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഈ പ്രസ്ഥാനം 2023 നവംബർ 15 രൂപം കൊണ്ടു. ഇപ്പോൾ ഏകദേശം 5 മാസം പിന്നിട്ടപ്പോൾ ഈ 10 പ്രോജക്റ്റുകളിൽ GCD ന്യൂസ് ചാനൽ, GCD മാർട്ട് എന്നിവയുടെ പ്രവർത്തനം ആരംഭിക്കുവാനും മറ്റുള്ളവയുടെ പ്രവർത്തനത്തിന് വേണ്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളുവാനും സാധിച്ചു. 2008 സന്തോഷി നക്കാമോട്ടോ ആരംഭിച്ച ബിറ്റ്കോയിൻ ആരംഭദശയിൽ 45 പൈസ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം $59,000 വരെ എത്തി. അന്ന് നമുക്ക് ഒരു 10 കോയിനെങ്കിലും വാങ്ങി വച്ചിരുന്നെങ്കിൽ ഇന്ന് കോടിപതികളാകുമായിരുന്നു. എന്തിന്, നല്ലത് പറഞ്ഞു തരുവാൻ ആരും ഇല്ലാതിരുന്നതിനാലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് അജ്ഞത മൂലമോ നമുക്ക് ഭാഗ്യമില്ലാതെ പോയിരുന്നു. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സേഫ് ക്ലാസ്സാണ് ക്രിപ്റ്റോ കറൻസികൾ. ക്രിപ്റ്റോ കറൻസികൾ മറ്റേത് അസറ്റിനെയും പോലെ, ഉദാഹരണത്തിന് ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക് നമുക്ക് മേടിച്ചു വയ്ക്കുവാനും നമ്മൾ മേടിച്ചതിനേക്കാൾ ഉയർന്ന വില എത്തുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. 10 വർഷത്തെ കണക്കുകൾ എടുത്താൽ ക്രിപ്റ്റോ കറൻസികൾ മറ്റേത് അസറ്റ് ക്ലാസ്സിനേക്കാളും ഉയർന്ന റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഫ്യൂച്ചർ ടെക്നോളജി. ഇനി ലോകം നയിക്കപ്പെടുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒന്നോർക്കുക, സാങ്കേതികവിദ്യ അനുദിനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൂടെ അവസരങ്ങളും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. മുൻവിധികൾ മാറ്റിവെച്ച് ഈ രംഗത്തെ ചതിക്കുഴികൾ മനസ്സിലാക്കി ഒന്ന് അറിയുവാനും പഠിക്കുവാനും ശ്രമിച്ചാൽ വരുമാനം നേടാം. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. എവർക്കും നന്മ പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.